വീണ്ടും വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെതിരെ സാക്ഷിമൊഴി. കേസിലെ 5ാം സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മണികണ്ഠനാണ് ശ്രീറാമിനെതിരെ മൊഴി നൽകിയത്. വെള്ളയമ്പലം ഭാഗത്ത് വെച്ച് അമിത വേഗതയിൽ കാർ സഞ്ചരിക്കുന്നത് കണ്ടെന്ന് മണികണ്ഠൻ മൊഴി നൽകി. പിന്നാലെ വാഹനം പബ്ലിക് ഓഫീസിന് സമീപം അപകടത്തിൽപ്പെട്ടതായി തിരിച്ചറിഞ്ഞതെന്നും മണികണ്ഠൻ പറഞ്ഞു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, അതായത് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞ അതേ മൊഴി, രഹസ്യമൊഴി കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ലിനിഷ, ഈ സംഭവം നടന്നതിന് പിന്നാലെ മജിസ്ട്രേറ്റിന് ഈ 5ാം സാക്ഷിയായിട്ടുള്ള മണികണ്ഠൻ രഹസ്യ മൊഴി നൽകിയിരുന്നു. അന്ന് എന്തൊക്കെയാണ് താൻ കണ്ടത് എന്നുള്ള വിവരങ്ങളായിരുന്നു അന്ന് ഈ കേസിന്റെ അന്വേഷണ സമയത്ത് മജിസ്ട്രേറ്റിന് മണികണ്ഠൻ മൊഴി നൽകിയത്. അതേ മൊഴി തന്നെയാണ് ഇന്ന് കോടതിയിലും മണികണ്ഠൻ ആവർത്തിച്ചത്. ഈ KM ബഷീർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ ആരംഭിച്ചു. 1ാം സാക്ഷിയെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മണികണ്ഠന്റെയും മൊഴി കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം കോടതിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ വെള്ളയമ്പലം ഭാഗത്ത് വെച്ച് അമിത വേഗതയിൽ ഈ ശ്രീറാം സഞ്ചരിച്ചിരുന്ന കാറ് പോകുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ ഓട്ടോ പാസ് ചെയ്താണ് ഈ കാറ് പോയത്. അതിനുശേഷം പിന്നാലെ വാഹനം പബ്ലിക് ഓഫീസിന് സമീപം അപകടത്തിൽപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്നത് ശ്രീറാം ആയിരുന്നു എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ കോടതിയോട് അത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ശ്രീറാമിനെ ഇന്ന് കോടതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത്. ഈ കേസിലെ 1ാം സാക്ഷിയായിട്ടുള്ള സൈഫുദ്ദീൻ ഹാജിയെയും ഇന്ന് ഓൺലൈനായി വിസ്താരം ചെയ്തിരുന്നു. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട് താൻ കണ്ട കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേസിലെ 2, 3, 4 സാക്ഷികൾ വിദേശത്തായതിനാൽ അവർക്ക് നോട്ടീസ്, സമൻസ് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ലിനിഷ. ശരി, നന്ദി ഹാൻസ് ജോൺ വിവരങ്ങൾക്ക്.